24 മണിക്കൂർ 1200 നിയമനം. ചരിത്ര നിയമനം നടത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കുന്ന അവസാന മണിക്കൂറുകളിലും പരമാവധി പേർക്ക് നിയമനം ഉറപ്പാക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അവസാന 24 മണിക്കൂറിൽ വിവിധ വകുപ്പുകളിലായി 1200ഓളം ഒഴിവിൽ കൂടി നിയമനം സാധ്യമാക്കിയാണ് കേരള PSC പുതുചരിത്രം കുറിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ദീർഘവീക്ഷണവും കരുതലുമാണ് കഴിഞ്ഞ ദിവസത്തെ ചരിത്ര നിയമനത്തിലൂടെ പ്രകടമായിരിക്കുന്നത്. റാങ്ക് പട്ടികയുടെ കാലാവധി വ്യാഴാഴ്ച അർദ്ധരാത്രി അവസാനിച്ചപ്പോൾ 9000ഓളം പേർക്കാണ് നിയമന ശുപാർശ ഉറപ്പാക്കിയത്. സ്പെഷ്യൽ ഡ്രൈവിലൂടെ വിവിധ തസ്തികയിൽ പരമാവധി ഒഴിവ് റിപ്പോർട്ട് ചെയ്യിപ്പിച്ചും വരാനിരിക്കുന്ന എല്ലാ ഒഴിവും മുൻകൂട്ടി കണക്കാക്കി റിപ്പോർട്ട് ചെയ്തുമാണ് ഇത് സാധ്യമാക്കിയത്. ഇവർക്കുള്ള നിയമന ശുപാർശ വരും ദിവസങ്ങളിൽ അയക്കുമെന്ന് PSC അറിയിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് തസ്തികയിൽ വിവിധ ജില്ലകളിലായി 7811 പേർക്ക് നിയമന ശുപാർശ അയച്ചിട്ടുണ്ട്. ബുധനാഴ്ചത്തെയും വ്യാഴാഴ്ചത്തെയും 1200 ഒഴിവ് കൂടി കൂട്ടുമ്പോൾ ഇത് 9000 കടക്കും. 14 ജില്ലകളിലായി 16227 പേരാണ് റാങ്ക് പട്ടികയിൽ ഉണ്ടായിരുന്നത്. UPSC പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്ത് PSC വഴി ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ നടത്തുന്ന ഏക സംസ്ഥാനം കേരളമാണ്. ഈ വർഷം ഇതുവരെ 18964 പേർക്കും 2024 34194 പേർക്കും 2023 34110 പേർക്കും നിയമന ശുപാർശ നൽകി. 2016 LDF അധികാരമേറ്റ ശേഷം ഇതുവരെ 2,87,995 നിയമന ശുപാർശയാണ് അയച്ചത്. കാലാവധിയാകുന്ന റാങ്ക് പട്ടികയിലേക്ക് ഒരു ഒഴിവ് കൂടി റിപ്പോർട്ട് ചെയ്യാൻ 2 വകുപ്പുകളിലെ ജീവനക്കാർ രാത്രി 12 മണി വരെ ഇരുന്ന് നടത്തിയ ഇടപെടലുകൂടിയാണ് ഈ വിജയം നേടാൻ പ്രാപ്തമാക്കിയത്. കാസർഗോഡ് വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസിലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരൻ A. ഗിരീഷ് കുമാർ ട്രഷറി LD ക്ലർക്ക് ബൈ ട്രാൻസ്ഫർ പ്രൊമോഷൻ പട്ടികയിൽ ഇടം പിടിക്കുന്നിടത്താണ് തുടക്കം. നമുക്കതൊന്ന് പരിശോധിക്കാം. വ്യാഴാഴ്ച പകലോടെ PSC സൈറ്റിൽ പട്ടിക വന്നു. 3:15 ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ഹോൾഡർമാർ NGO യൂണിയൻ നേതാക്കളുടെ സഹായം തേടുന്നു. ഗിരീഷ് കുമാർ വനിതാ ശിശു വികസന വകുപ്പിൽ നിന്ന് വിടുതൽ നേടി ട്രഷറി വകുപ്പിൽ ജോയിൻ ചെയ്യണം. എല്ലാം രാത്രി 12 മുൻപ് നടന്നാൽ റാങ്ക് പട്ടികയിൽ നിന്ന് ഒരാൾ കൂടി നിയമിക്കപ്പെടും. വൈകിട്ട് 4 മണിയോടെ നിയമന ശുപാർശ PSC നേരിട്ട് ട്രഷറി ഓഫീസിലെത്തിക്കുന്നു. വൈകിട്ട് 5:05 എസ്റ്റാബ്ലിഷ്മെന്റ് ക്ലർക്കിനെ വിളിച്ചുവരുത്തി നിയമന ഉത്തരവ് തയ്യാറാക്കുകയും ചെയ്യുന്നു. രാത്രി 7 വീട്ടിലായിരുന്ന ജില്ലാ ട്രഷറി ഓഫീസർ നിയമന ഉത്തരവിൽ ഒപ്പിടുകയും ചെയ്യുന്നു. രാത്രി 7:30 ഗിരീഷ് നിയമന ഉത്തരവ് കൈപ്പറ്റുന്നു. രാത്രി 8:20 ജീവനക്കാരൻ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് വിടുതൽ അപേക്ഷ നൽകുകയും അനുമതിക്ക് വേണ്ടി തിരുവനന്തപുരത്ത് ഡയറക്ടറേറ്റിലേക്ക് അയക്കുകയും ചെയ്യുന്നു. രാത്രി 9 ഡയറക്ടറേറ്റിൽ. രാത്രി 8:30 വരെ കാത്തുനിന്ന് വീട്ടിലേക്ക് പോയ ജീവനക്കാരിയെ വിളിച്ചു വരുത്തി അനുമതി ഉത്തരവ് തയ്യാറാക്കി. രാത്രി 10 മണിക്ക് വനിതാ ശിശുവികസന ഡയറക്ടർ ഹരിത V.